നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. മുഖം മാറ്റി മുന്നേറാൻ പോലീസ് തലപ്പത്തെ അഴിച്ചുപണിക്ക് പിന്നാലെ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനത്തേക്ക് CP സുധാകര പ്രസാദിന് നിയമനം. മന്ത്രിസഭാ തീരുമാനം ഭരണമാറ്റത്തെ തുടർന്ന് KP ദണ്ഡപാണി AG സ്ഥാനം രാജിവെച്ചതോടെ VS സർക്കാരിന്റെ കാലത്തും സുധാകര പ്രസാദിനായിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ ചുമതല. അതേസമയം പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയ സർക്കാർ നടപടിക്കെതിരെ TP സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക്. സ്ഥാനമാറ്റം സുപ്രീം കോടതി വിധിക്കും പോലീസ് ആക്ടിനും വിരുദ്ധമെന്നും ആരോപണം. അതിനിടെ പുതിയ മേധാവിയായി ലോക്നാഥ് ബെഹ്റ ഇന്ന് ചുമതലയേൽക്കും. അപ്രതീക്ഷിത നടപടിയെ തുടർന്ന് സെൻകുമാർ 3 ദിവസത്തെ അവധിയിൽ. പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD സ്ഥാനം ഉടൻ ഏറ്റെടുത്തേക്കില്ലെന്ന് സൂചന. താനുമായി യോജിച്ച് പ്രവർത്തിക്കാനാകില്ലെങ്കിൽ സർക്കാരിന് അക്കാര്യം തുറന്നു പറയാമായിരുന്നു എന്നും DGP. ഇന്ധനത്തിൽ ഇരുട്ടടി. സേവന നികുതിയുടെ അധിക ഭാരം പ്രാബല്യത്തിലെത്തിയ ഇന്നു തന്നെ പെട്രോൾ, പാചകവാതക വില കൂട്ടിയും മോദി സർക്കാരിന്റെ ഇരട്ടപ്രഹരം. ബഡ്ജറ്റിലെ സേവന നികുതിക്ക് മീതെ ഇന്ധനവില കൂട്ടിയത് ഇന്നലെ രാത്രിയും LPG വില വർദ്ധിപ്പിച്ചത് രാവിലെയും. ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 23 രൂപ. രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് വില വർധനവിന്റെ പേരിൽ പെട്രോളിന് കൂട്ടിയത് ലിറ്ററിന് 2.58 രൂപയും ഡീസലിന് 2.26 രൂപയും. പുതുക്കിയ വില അർദ്ധരാത്രി തന്നെ നിലവിൽ വന്നു. വാഹന ഇന്ധന ഇരുട്ടടിക്ക് പിന്നാലെ വീട്ടാവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചതോടെ സബ്സിഡിയുള്ള സിലിണ്ടറിന് 569.50 രൂപയായി. അതേസമയം അവശ്യ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ 0.5% അധിക സെസ്സും നിലവിൽ വന്നു. ഹോട്ടൽ ഭക്ഷണം, മൊബൈൽ റീചാർജ്, വിമാന ട്രെയിൻ യാത്രകൾ എന്നിവയ്ക്ക് ചിലവേറും. ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങൾക്കും ഇന്നു മുതൽ അധിക ചാർജ്. അവധിക്ക് വിട, ഇനി അക്ഷരകാലം. വേനലവധിയുടെ വിരുതുകൾക്ക് വിട. കളിക്കാലത്തോട് കൈവീച്ചി ഇനി ക്ലാസ് മുറികളിലെ അക്ഷര കൗതുകത്തിലേക്ക്. അധ്യയന വർഷാരംഭമായ ഇന്ന് സംസ്ഥാനത്ത് 1ാം ക്ലാസ്സിലെത്തിയത് 3 ലക്ഷത്തോളം കുരുന്നുകൾ. സ്കൂൾ മുറ്റങ്ങളിൽ ചിരിയും ചിണുങ്ങലുമായി ആദ്യ ദിനത്തിന്റെ കൗതുകം. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തലസ്ഥാനത്ത് പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധ്യക്ഷനായി വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥും. പാട്ടും PPയും സമ്മാന പൊതികളുമായി കുരുന്നുകളെ സ്വീകരിച്ചത് സർക്കാരിന്റെ അക്ഷരാഘോഷം. കാസ്ട്രോയ്ക്ക് കസേര ആയില്ല. VSന് നൽകാൻ പാർട്ടി PBയിൽ ധാരണയായ ക്യാബിനറ്റ് റാങ്ക് സംബന്ധിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തീരുമാനമായില്ല. വിഷയം LDFൽ ചർച്ച ചെയ്തു മാത്രം അന്തിമ നിലപാട്. അതേസമയം VSന് വേണ്ടി പാർട്ടി കണ്ടുവച്ചിരിക്കുന്നത് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ പദവിയെന്ന് സൂചന. VSന്റെ ക്യാബിനറ്റ് പദവി സംബന്ധിച്ച് ധാരണയായത് ഇന്നലെ മുഴുവൻ നീണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. അതേസമയം PBയിൽ ധാരണയായ വിഷയത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയുക പദവി സംബന്ധിച്ച സാങ്കേതിക നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം. VSന് ക്യാബിനറ്റ് റാങ്ക് അനുവദിക്കുന്നതിനായി ഏതെങ്കിലും വിധത്തിലുള്ള നിയമ ഭേദഗതി വേണ്ടെന്ന് പാർട്ടിയിൽ തീരുമാനം. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് VSനെ അകറ്റി നിർത്തുന്നത് ഭരണത്തിലും പാർട്ടിയിലും 2 അധികാര കേന്ദ്രങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക മൂലം. ഇതിഹാസം തലസ്ഥാനത്ത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓഹരി ഉടമകളെ പ്രഖ്യാപിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താരം കൂടിക്കാഴ്ച നടത്തി. ഇരുവരും ചേർന്ന് അല്പസമയത്തിനകം ഓഹരി ഉടമകളെ പ്രഖ്യാപിക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.